പ്രതീക്ഷയും സ്വപ്നങ്ങളും ഇല്ലാതാക്കി കളഞ്ഞവരോടാണ്. പകരം നൽകാൻ കഴിയുമോ അവർക്ക് നഷ്ടമായതിനെ? ഉന്നത വകുപ്പ് മേധാവി ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചില്ലാതാക്കിയത് സമൂഹത്തിന്റെ പുതിയൊരു വാഗ്ദാനത്തെയാണ്. ഇന്ന് സമൂഹത്തിന് ചോദിക്കാനുള്ളത് ഏറ്റവും മികച്ച അധ്യാപകരോട് കൂടിയുള്ള നാടാണിത്. അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കൂടി അപമാനിക്കുന്നതിന് തുല്യമായി പോവും റാംസാറിന്റെ പ്രവർത്തനങ്ങൾ. നിധിന്റെ മരണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുമ്പും വിദ്യാർത്ഥികൾക്ക് ജാതി അധിക്ഷേപത്തിൽ സ്വപ്നങ്ങളെ എരിച്ചു കളയേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ വലിയ ഉദാഹരണമാണ് 2004 രജനിയുടെ കേസ് മുതൽ ആനന്ദിന്റെ മരണവും 2016 രോഹിത്തും എല്ലാം. നീ പുലയനല്ലേ? ആ വാല് തന്നെ ധാരാളം. ആരും മറന്നിട്ടുണ്ടാവില്ല കേരള സർവകലാശാലയിൽ സംസ്കൃത വിഭാഗം വകുപ്പ് മേധാവി വിജയകുമാരിയുടെ ഈ വാക്കുകൾ. വിദ്യാർത്ഥി മുറിയിൽ കയറിയത് അശുദ്ധമായെന്ന് പറഞ്ഞ് മുറിയിൽ വെള്ളം തളിച്ച അധ്യാപിക. ടീച്ചറെ, ഇത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും മന്നത്തു പത്മനാഭനും ജീവിച്ച മണ്ണാണ്. അത് മറക്കരുത്. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. മറ്റൊന്നായിരുന്നു ഫാത്തിമ ലത്തീഫ്. സിവിൽ സർവീസ് സ്വപ്നങ്ങളുമായി IIT മദ്രാസിന്റെ പടി കടന്നവൾ തിരികെ എത്തിയത് ജീവനറ്റ ശരീരവുമായി. മറിച്ചായിരുന്നില്ല IIT മദ്രാസിൽ ഗവേഷണം ചെയ്യുന്ന സച്ചിൻ കുമാറിന്റെ ആത്മഹത്യയും. ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പൊലിഞ്ഞ എത്ര ജീവനുകൾ. എപ്പോഴാണ് അടി വീഴുക, എപ്പോഴാണ് ഒഴിയേണ്ടി വരിക എന്നു ഭയന്ന് ഇടനാഴികകളിലൂടെ ശബ്ദമില്ലാതെ നീങ്ങുന്ന പാട്ടക്കുടിയന്മാരാണ് ഓരോ സാധാരണക്കാരനായ വിദ്യാർത്ഥിയും എന്ന കാഴ്ചപ്പാടും അവസാനിക്കേണ്ട കാലം കഴിഞ്ഞു. ഇനിയൊരു അംബേദ്കർ ഈ രാജ്യത്തുണ്ടാകില്ല. ഇതെല്ലാം അക്ഷരമുറ്റങ്ങളിൽ നിന്ന് കടന്നു വന്ന വാക്കുകളാണ്. ക്യാമ്പസുകളിൽ നിന്ന് കുടിയൊഴിയുന്ന ജനാധിപത്യ ബോധവും പൊതുവിലുള്ള സവർണ അധ്യാപക മേധാവിത്വവും ഇനിയെങ്കിലും ചോദ്യം ചെയ്യപ്പെടണം. മുടങ്ങിപ്പോയേക്കാവുന്ന ഗവേഷണ മോഹങ്ങളും കടിച്ചമർത്തപ്പെടുന്ന അമർഷവും വേദനയും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ അനാരോഗ്യകരമായ പ്രവണതകളായി മാറുകയാണ്. പലപ്പോഴും ഒരു ആദിവാസി അല്ലെങ്കിൽ ദളിത് വിദ്യാർത്ഥി ക്യാമ്പസുകളിൽ എത്തിയാൽ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദം മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഉള്ളിലെ പല തരത്തിലുള്ള ഭയങ്ങളെ അതിജീവിച്ച് തുടരുമ്പോഴും അവഗണനയും ദുരനുഭവങ്ങളും എപ്പോഴും അവർക്ക് പിന്നാലെയുണ്ട്. മിക്കവാറും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പുകൾ അവരുടെ പഠന സാധ്യതയെ കൂടുതൽ വിപുലപ്പെടുത്തുന്നുണ്ട്. കുട്ടികളുടെ ആത്മഹത്യ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നമാണെന്ന് ആരും സമ്മതിക്കില്ല. പരീക്ഷ പേടിയെന്നോ പ്രണയ നൈരാശ്യമെന്നോ കുടുംബ പ്രശ്നമെന്നോ പറഞ്ഞ് കാരണങ്ങൾ പലതാക്കി മാറ്റുന്നു. വിദ്യാർത്ഥികൾക്കുള്ള ജനാധിപത്യ അവകാശങ്ങൾ പോലും പലയിടത്തും സംരക്ഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം. വിദ്യാർത്ഥികളെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടെ പഠിക്കാൻ യോഗ്യരല്ല, നിങ്ങൾ എങ്ങും എത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കുക. വിദ്യാഭ്യാസം എന്നത് നമ്മുടെ അവകാശമാണ്, അല്ലാതെ ഒരുവന്റെയും ഔദാര്യമല്ല. നിങ്ങളെ ജാതി പറഞ്ഞ് ആരവഗണിക്കാൻ ശ്രമിച്ചാലും അതിൽ നിരാശരാകുകയല്ല വേണ്ടത്, മറിച്ച് ചോദ്യം ചെയ്യപ്പെടണം. എന്തുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നവരോട് അത് പറയാൻ നിങ്ങൾ ആര് എന്ന് തന്നെ ചോദിക്കണം. ഇനിയുള്ള ചോദ്യം ഭരിക്കുന്നവരോടാണ്. വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ പെരുകുമ്പോൾ, നടക്കാതെ പോയ സ്വപ്നത്തിന്റെ പേരിൽ ജീവിതം തീർക്കുമ്പോൾ, സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് നാളത്തെ തലമുറയെ ജനാധിപത്യത്തിന്റെ മഹത്വങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഓർക്കണം, പിന്നിലാണ് ഭൂരിപക്ഷവും. ആരോഗ്യമില്ലാത്ത മനസ്സോടെ മടങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ശാപം പേറി നിലനിൽക്കേണ്ടതാണോ ഒരു ഉന്നത വിദ്യാകേന്ദ്രം? ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്കെങ്കിലും നീതി വേണ്ടേ?